ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് പൊട്ടറ്റോ റോസ്റ്റ് ആണ് കേട്ടോ. സാധാരണ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. പൊട്ടറ്റോ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സവാള അരിഞ്ഞത്. ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഉപ്പ് ചേർത്തായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹാഫ് കുക്കാവും. ആ സമയത്ത് വേണം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. ഇത് ഹാഫ് കുക്ക് ആയ ശേഷം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നാലാണ് ആ ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഇളക്കിയിട്ടിട്ട് ഇനി ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ ഇടുക. അതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുക്കാം. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ബീഫൊക്കെ റെഡിയാക്കുമ്പോഴാണെങ്കിലും പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഒന്ന് പിടിക്കട്ടെ. ശരി, ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കിയ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ എല്ലാവരും വീട്ടിൽ നിന്ന് റെഡിയാക്കി നോക്കുക. വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് സ്മിർത്ത സൈനിങ് ഓഫ്. ബൈ.